കണ്ണൂർ പായം പഞ്ചായത്തിനെതിരെ UDF ഉയർത്തുന്ന ആരോപണം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടു നടത്തുന്ന ദുഷ്പ്രചരണമെന്ന് LDF വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അധിക തുക അനുവദിച്ചതല്ലാതെ ഈ വർക്ക് മുന്നോട്ട് പോകില്ല. KSFDCയുടെ മാനദണ്ഡ പ്രകാരം പരമാവധി 20% എബോവ് വെച്ചാൽ മാത്രമേ KSFDCക്ക് ടെൻഡർ അംഗീകരിക്കാൻ പറ്റുള്ളൂ. അതിൽ കൂടുതലാണ് സൊസൈറ്റി വെച്ചത് എന്നുള്ളതുകൊണ്ട് അതിൽ കിഫ്ബിയുടെയും ഗവൺമെന്റിന്റെയും അനുവാദത്തോടു കൂടി മാത്രമേ അധിക തുക അനുവദിക്കുകയുള്ളൂ. ആ അധിക തുക അനുവദിച്ച് കിട്ടുന്നതിന് വേണ്ടി KSFDC നിയമാനുസൃതമായ വ്യവസ്ഥയിൽ കിഫ്ബിക്ക് അപേക്ഷ കൊടുത്തു, ഗവൺമെന്റിന് അപേക്ഷ കൊടുത്തു. ആ അപേക്ഷയുടെ നടപടികൾ കിഫ്ബിയും KSFDCയും തമ്മിൽ, സർക്കാരും തമ്മിൽ അതിന്റെ അന്തിമ ഘട്ടത്തിൽ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. 53% എബോവ് എന്ന് പറയുന്നത് 2018 റേറ്റ് പ്രകാരമാണ് അന്നത്തെ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടുള്ള റേറ്റ്. 2018 റേറ്റ് പ്രകാരമാണ് എസ്റ്റിമേറ്റ്. ഇന്നിപ്പോൾ 2 തവണ റിവിഷൻ നടന്നു. പുതിയ റേറ്റ് പ്രകാരം എസ്റ്റിമേറ്റ് എടുക്കുകയാണെങ്കിൽ 50% അടുത്ത് തന്നെ വരും എന്നാണ് ടെക്നിക്കൽ ഉദ്യോഗസ്ഥന്മാർ KSFDCയിലും കിഫ്ബിയിലും നമ്മുടെ പഞ്ചായത്തിലും അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടില്ലാതെ ആ തുക സർക്കാരിന് അനുവദിച്ച് കിട്ടുന്ന മുറക്ക് നിർമ്മാണം KSFDC ആരംഭിക്കും. അതിന് മറ്റു യാതൊരു തടസ്സവുമില്ല. അതോടൊപ്പം KSFDC പഞ്ചായത്തുമായി ഇതിനകം തന്നെ എഗ്രിമെന്റ് ഉൾപ്പെടെ വെക്കുകയും ചെയ്തിട്ടുണ്ട്. KSFDC ഇത്തരം ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് അവസാന നാളുകളിൽ പ്രചരിപ്പിക്കുന്നു. ഈ പദ്ധതി തിയേറ്റർ കോംപ്ലക്സിന്റെ പദ്ധതി ആരംഭിക്കുന്ന ഘട്ടത്തിലും അതിന്റെ മറ്റു പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്ന പുതിയ ഭരണസമിതിയുടെ കാലഘട്ടത്തിലും ഭരണസമിതിയിലെ UDF LDF വ്യത്യാസമില്ലാതെ UDFകാരായ മെമ്പർമാരും പൂർണ്ണമായും സഹകരിച്ചുകൊണ്ടാണ്, ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് ഈ ബൃഹത്തായ പദ്ധതികൾക്കെല്ലാം തീരുമാനിക്കുകയും അതിന്റെ പ്രവർത്തനങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തിട്ടുള്ള കല്ലുമുട്ടിയിലെ തിയേറ്റർ കോംപ്ലക്സ് 2019 അതിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. 6,80,00,000 രൂപയാണ് അതിന്റെ വായ്പയായി നിർമ്മാണത്തിന് വേണ്ടി പഞ്ചായത്ത് KURDFCയിൽ നിന്നും വായ്പയെടുത്തത്. കിഫ്ബി പദ്ധതിയിൽ KSFDC മുഖേന കേരളത്തിൽ 100 തിയേറ്ററുകൾ ആരംഭിക്കാനുള്ള സംസ്ഥാന ഗവൺമെന്റ് തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് പായം പഞ്ചായത്തിൽ ഇരിട്ടി പട്ടണത്തോട് ചേർന്ന് തലശ്ശേരി മൈസൂർ പാതയോരത്ത് പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള പ്രകൃതി രമണീയമായ 80 സെന്റ് സ്ഥലം അനാഥമായി കിടക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ സ്ഥലം എങ്ങനെ നമുക്ക് വരുമാനദായക പദ്ധതികൾ ആരംഭിക്കാം എന്നുള്ള വിശാലമായ ചെയ്തത്. ആ തിയേറ്റർ 2 തിയേറ്ററാണ്. ആ 6,80,00,000 രൂപയുടെ വർക്ക് വളരെ വേഗം തന്നെ ഒരാളുകൾ സൊസൈറ്റി ടെൻഡർ എടുക്കുകയും ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ 90% പൂർത്തീകരിക്കുകയും ചെയ്തു. അതിനാവശ്യമായ ചെലവ് 5,59,00,000 രൂപയാണ് നാളിതുവരെ അതിനുവേണ്ടി ചെലവാക്കിയിട്ടുള്ളത്. ഇനി അതിൻ്റെ ഫയറിൻ്റെയും ഇലക്ട്രിസിറ്റിൻ്റെയും കുറച്ച് വർക്ക് കൂടി കൊടുത്താൽ ലോൺ എടുത്ത 6,80,00,000 രൂപയും ചെലവാകും. ഇപ്പോൾ നിലവിൽ ചെലവായിട്ടുള്ളത് 5,59,00,000 രൂപയാണ്. അപ്പം ഈ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പിന്നീട് ഇനി ചെയ്യേണ്ടത് തിയേറ്ററിന്റെ വർക്കാണ്. കെട്ടിടം കോംപ്ലക്സും എടുത്തു കൊടുക്കലാണ് പഞ്ചായത്തിന്റെ ഉത്തരവായി. അത് കഴിഞ്ഞാൽ തിയേറ്റർ നിർമ്മിക്കുന്നത് കിഫ്ബിയാണ്, KSFDCയാണ്. അപ്പൊ കിഫ്ബി മാർഗപ്രകാരം കേന്ദ്രമായി മാറുന്നതിനെ പായം ഗ്രാമപഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട്. മാലിന്യ കൂമ്പാരങ്ങളായി കിടന്ന സ്ഥലങ്ങളൊക്കെ പൂന്തോട്ടങ്ങളും പാർക്കുകളും ആക്കി മാറ്റി. ജനകീയ പിന്തുണയാണ് ഇതിനെ നമുക്ക് ഭരണസമിതിക്ക് ലഭിച്ചിട്ടുള്ളത്. പെരുമ്പറമ്പ് ഇക്കോ പാർക്കിൽ നിന്ന് ആരംഭിച്ച് നമുക്കറിയാം, നമ്മുടെ ഇരിട്ടി പാലത്തിന് അടുത്തുള്ള ഗ്രീൻ ലീഫ് പാർക്ക്, അതുപോലെ ഒരുമ റെസ്ക്യൂ ടീമിന്റെ വെളിത്തോടുള്ള വിവിധ സ്ഥലങ്ങളിലുള്ള പാർക്ക്, അതുപോലെ തന്നെയാണ് ജബ്ബാർ കടവിലുള്ള മാലിന്യം ഇട്ടിട്ടുള്ള സ്ഥലങ്ങളും പാർക്കാക്കി മാറ്റിയിട്ടുള്ളത്. ഇതെല്ലാം ടൂറിസം ഡെസ്റ്റിനേഷനിൽ ഉൾപ്പെടുത്തി ഗവൺമെന്റിന്റെ ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പെരുമ്പറമ്പ് ഇക്കോ പാർക്കിന് 1 കോടി രൂപ അനുവദിക്കുകയും കൂടാതെ ജനക്ഷേമ കാര്യത്തിൽ ഏറെ മുന്നിട്ട് നിൽക്കുന്ന പായം പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളെ താറടിച്ചു കാണിക്കാനാണ് UDF ശ്രമിക്കുന്നത്. ദുഷ്പ്രചരണങ്ങൾ തള്ളിക്കളയണമെന്ന് അംഗങ്ങൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് P. രജനി, വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിനോദ് കുമാർ, N. അശോകൻ, K. ശ്രീധരൻ, പായം ബാബുരാജ്, അജയൻ പായം, ബെന്നിച്ചൻ മടത്തിനകം എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി.